ഹായ് ഓൾ, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ബേസിക് സ്റ്റിച്ചസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഒരു ക്രോഷയുടെ റോസ് ഫ്ലവർ ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാം റെഡി അല്ലേ? ഇവിടെ നമ്മൾ ചെറിയ സൈസിലുള്ള ഫ്ലവർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഫ്ലവർ ചെയ്യാൻ നമുക്ക് 31 ചെയിൻസ് ആണ് ആവശ്യം. അതുപോലെ മീഡിയം സൈസിനാണ് 61, ലാർജ് ഫ്ലവർ ചെയ്യാനായിട്ട് 91 ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് അറിയാത്തവർക്കായിട്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇതെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസിൽ നിന്ന് തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ 31 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് 31 സ്റ്റിച്ചസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 31 സ്റ്റിച്ചസ് ആയി കഴിയുമ്പോൾ നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ചെയിൻസ് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ആക്ട് ചെയ്യും. അത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 5 സ്റ്റിച്ചസും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ 5 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. അതായത് 5 ഹുക്കിൽ നിന്ന് 5 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്തു. അതായത് ഹുക്കിൽ നിന്ന് 6th ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3rd സ്റ്റിച്ച് ഉണ്ടല്ലോ, 3rd സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് 2 ചെയിൻസിനെ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച്, 2 അല്ല 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതായത് ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ചെയിൻ 3 ചെയ്യണം, പിന്നെ ആ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. കണ്ടോ, ആ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ കിട്ടും. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇനി അടുത്ത 2 ചെയിൻസ് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്യണം, എന്നിട്ട് 3 ചെയിൻസ് ചെയ്യണം, എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യമൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മളത്
നമുക്കത് മനസ്സിലാവും കേട്ടോ. ഞാനും ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഇതെന്താണിത്, ഫുൾ കൺഫ്യൂഷൻ. പക്ഷെ ഞാൻ ചെയ്ത് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഈസിയായി വന്നോളും കേട്ടോ. ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുക. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വി സ്റ്റിച്ചായിട്ട് കിട്ടും. ഇതുപോലെ ഒരു വി സ്ട്രക്ചറിൽ കിട്ടും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ എത്തി. ഇനി എനിക്ക് മൂന്ന് ചെയിൻസ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ 2 ചെയിൻസ് ആണ് ബാക്കിയെങ്കിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ ഈ 3 സ്റ്റെപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പം 4 സ്റ്റിച്ചസ് ആണ് ലാസ്റ്റ് ആകുമ്പോൾ വരുന്നെങ്കിൽ 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 4th സ്റ്റിച്ചിൽ നമ്മൾ ഈ 3 സ്റ്റെപ്പ് പെർഫോം ചെയ്യുക. അപ്പൊ അത് വലിയ കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പോസിബിലിറ്റി ആണ്. നമ്മൾ കറക്റ്റ് ചെയിൻസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻ കേസ് ഇങ്ങനെ വന്നാൽ ഇതുപോലെ സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റൗണ്ട് 2 എന്ന് പറയുന്നത്. റൗണ്ട് 1 എന്ന് പറയുന്നത് നമ്മൾ ആ ചെയിൻസ് ആഡ് ചെയ്തതാണ്, 31 ചെയിൻസ് ഉണ്ടല്ലോ. റൗണ്ട് 2 ആണ് ഇപ്പൊ പെർഫോം ചെയ്തത്. ഇനി റൗണ്ട് 3ക്ക് വേണ്ടിയിട്ട് ആദ്യം 3 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വർക്ക് ഒന്ന് ടേൺ ചെയ്യുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ആ ഒരു വി സ്റ്റിച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് കാണുന്ന ആ ഗ്യാപ്പ്, അതിലോട്ട് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും 1 2 എന്ന് കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്രയായെന്ന് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് അടുത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, വി സ്റ്റിച്ച് അല്ല, ഈ വി സ്റ്റിച്ചിന്റെ താഴെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3 ചെയിൻ ചെയ്തല്ലോ. ആ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മുടെ അടുത്ത വി സ്റ്റിച്ചിൽ
നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന്റെ നെക്സ്റ്റ് ഗ്യാപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അടുത്ത വി സ്റ്റിച്ചിൽ 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 8 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് തേർഡ് ലാസ്റ്റ് വി സ്റ്റിച്ച് വരെ കണ്ടിന്യൂ ചെയ്യണം. ഈ 8 ഡബിൾ ക്രോഷ്യയും പിന്നെ വരുന്ന ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷ്യയും, ഇത് തേർഡ് ലാസ്റ്റ് വി സ്റ്റിച്ച് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതായത് റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു ലാസ്റ്റ് 2 വി സ്റ്റിച്ചിൽ നമ്മൾ 10 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ വി സ്റ്റിച്ചിൽ 10 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 എണ്ണത്തിൽ 6 ഡബിൾ ക്രോഷ്യ, തേർഡ് ലാസ്റ്റ് വി സ്റ്റിച്ച് വരെ 8 ഡബിൾ ക്രോഷ്യ ഈച്ച്, പിന്നെ ലാസ്റ്റ് 2 വി സ്റ്റിച്ചിൽ 10 ഡബിൾ ക്രോഷ്യ വീതം. ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ സിംഗിൾ ക്രോഷ്യ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിനും കൂടി ചെയ്യുക. എന്നിട്ട് യാണിനെ ഒന്ന് ഒരു ഇച്ചിരി ലെങ്ത്തിൽ ഒന്ന് എടുക്കണം, എന്നിട്ട് അത് കട്ട് ചെയ്യുക. അവിടെ ഒരു നോട്ട് പോലെ ഇതുപോലെ ഒന്ന് വലിച്ചു കഴിയുമ്പോൾ അതവിടെ ഒരു നോട്ട് പോലെ ആയിരിക്കും. ഇനി നമുക്ക് അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇച്ചിരി ടൈറ്റ് ആയിട്ട് മുറുക്കി ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഗമ്മൊക്കെ യൂസ് ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം. ഇതിപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ റോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ റെഡിയാണ്. ഈസി ട്യൂട്ടോറിയൽ അല്ലായിരുന്നോ? ജസ്റ്റ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഓരോ സ്റ്റെപ്പും ചെയ്യുക, അപ്പൊ ഈസി ആയിട്ട് വന്നോളും. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.